ഹലോ, ഇന്ന് ഞാൻ ഈ 2 സാധനങ്ങൾ വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഈ വയർ കുറച്ചിങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഒരു വലിയ പെറ്റൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ ഈ നെയിൽ പോളിഷ് എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെയിൽ പോളിഷ് ഇങ്ങനെ ആവും. അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് വലുതായത് കൊണ്ട് തന്നെ ഇതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറുതെടുത്തിട്ടും ആദ്യമേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലായി. ഇതിങ്ങനെ പതുക്കെ നമ്മൾ ചെയ്താലേ വരത്തുള്ളൂ. ഇതുപോലെയൊക്കെ ആവണം. പിന്നെ ഞാനൊരു മീഡിയം സൈസ് പെറ്റൽ ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കി. പക്ഷെ അത് വരുന്നുണ്ടായിരുന്നു, പക്ഷെ ഫുള്ളായിട്ടങ്ങ് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ ശ്രമം അങ്ങോട്ട് ഉപേക്ഷിച്ച് പിന്നെ എല്ലാം ചെറിയ പെറ്റലിൽ ചെയ്യാമെന്നോർത്ത്. അങ്ങനെ ഞാനൊരു കുറച്ച് പെറ്റലങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പെറ്റൽസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് ഉണക്കിയെടുത്തതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 4 പെറ്റലുള്ള ഫ്ലവറാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഫ്ലവർ ഇവിടെ റെഡിയാകും. സത്യം പറഞ്ഞാൽ ഈ ഫ്ലവർ വെച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടി ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഉണ്ടാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഒരു ഐഡിയ മനസ്സിൽ വന്ന് നമ്മുടെ യൂപ്പിൻ എടുത്തിട്ട് അതിൻ്റെ പൊക്കത്തോട്ട് ഇത് വെക്കുകയാണ്. അതാകുമ്പോൾ ഒരു ഹെയർ ആക്സസറി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഹെയറിൽ വെച്ച് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഹെയറിൽ വെച്ചിട്ടുള്ള ആ ലുക്ക്. വൈറ്റ് നെയിൽ പോളിഷ് വെച്ചാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിലും ഭംഗിയുണ്ടാവും മുടി വെച്ച് കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്